ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറയുന്നത് പുരുഷ സെക്സ് ഹോർമോൺ ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷേ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനനുസരിച്ച് ടെസ്റ്റോസ്റ്ററോണിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത്? കൂടുകയാണോ അതോ അതേപോലെ തന്നെ നിലനിൽക്കുമോ കുറഞ്ഞു പോവോ? ഇതാണ് അധികം ആൾക്കാർക്കും അറിയേണ്ടത്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. ഇന്നത്തെ വീഡിയോയുടെ വിഷയം ഇതാണ്: ടെസ്റ്റോസ്റ്ററോണും പുരുഷന്മാരുടെ സെക്ഷൽ ആക്ടിവിറ്റിയും തമ്മിൽ എന്തൊക്കെയാണ് ബന്ധമെന്ന് നമുക്ക് നോക്കാം. സോ വെൽക്കം ബാക്ക് ടു ഡോക്ടർ. നമുക്ക് തുടങ്ങാം. പുരുഷന്മാരുടെ പ്രധാനപ്പെട്ടുള്ള സെക്സ് ഹോർമോൺ തന്നെയാണ് ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറയുന്നത്. പക്ഷേ പുരുഷന്മാർക്കുള്ള സെക്ഷൽ ആക്ടിവിറ്റി തുടങ്ങുന്നത് അത് ടെസ്റ്റോസ്റ്ററോൺ അല്ല, അത് ബ്രെയിനിൽ നിന്നാണ്. ഇങ്ങനെ ബ്രെയിനിൽ ഉണ്ടാകുന്ന സെക്ഷൽ ഡിസൈറാണ് പിന്നീട് പീനിസിൽ ഇറക്ഷൻ നടത്തുന്നതും അത് സെക്ഷൽ ഇൻ്റർകോഴ്സിലേക്ക് ചെന്നെത്തിക്കുന്നതും. ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറയുന്ന സെക്സ് ഹോർമോണിന് ബ്രെയിനിൽ പ്രവർത്തിക്കാനുള്ള കഴിവുണ്ട്, അതുപോലെ തന്നെ ജെനിറ്റൽ ഓർഗൻസിൽ പ്രവർത്തിക്കാനുള്ള കഴിവുണ്ട്. പുരുഷന്മാർക്ക് ഇറക്ഷൻ നടക്കണമെങ്കിലും ടെസ്റ്റോസ്റ്ററോൺ വേണം. ഇത് റെഗുലേറ്റ് ചെയ്യുന്നത് പലതരത്തിലുള്ള എൻസൈംസും നൈട്രിക് ഓക്സൈഡും സൈക്ലിക് ഗ്വാനസിൻ മോണോഫോസ്ഫൈഡ് പലതരത്തിലുള്ള കെമിക്കൽസൊക്കെ മീഡിയേറ്റ് ചെയ്തിട്ടാണ്. സിൽഡനാഫിൽ അല്ലെങ്കിൽ വയാഗ്ര എന്ന് പറയുന്ന ടാബ്ലറ്റ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് വിശദീകരിക്കുന്ന വീഡിയോയിൽ ഇറക്ഷൻ എങ്ങനെയാണ് നടക്കുന്നതെന്നുള്ളത് ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ആ വീഡിയോ തീർച്ചയായിട്ടും കാണുക. പല സ്റ്റഡീസിലും കണ്ടുപിടിച്ചിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ടെസ്റ്റോസ്റ്ററോണിൻ്റെ പ്രധാനപ്പെട്ടുള്ള ആക്ഷൻ എന്ന് പറയുന്നത് ലിബിഡോ അല്ലെങ്കിൽ സെക്ഷൽ ഡിസയർ കൂട്ടുന്നത് മാത്രമല്ല, ഈ സെക്ഷൽ ഡിസയർ ബ്രെയിനിൽ തുടങ്ങിക്കഴിഞ്ഞാൽ അതിന് കറക്റ്റായിട്ട് അതിന് കൃത്യമായിട്ടുള്ള സമയത്ത് ഇറക്ഷൻ പോസിബിൾ ആക്കാനും അങ്ങനെ ഇറക്ഷൻ നടന്നതിന് ശേഷം മാത്രം സെക്ഷൽ ഇൻ്റർകോഴ്സിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കൃത്യസമയത്ത് ഇറക്ഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ് ടെസ്റ്റോസ്റ്ററോൺ പുരുഷന്മാരുടെ ബോഡിയിൽ ചെയ്യുന്ന പ്രധാന ജോലി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ടെസ്റ്റോസ്റ്ററോൺ ടെസ്റ്റ് ചെയ്തു, നിങ്ങളുടെ ടെസ്റ്റോസ്റ്ററോൺ കുറവാണെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മോസ്റ്റ്ലി ഇറക്ഷൻ്റെ പ്രോബ്ലംസ് ആണ് ഉണ്ടാവാൻ ചാൻസ് ഉള്ളത്. അതും കൃത്യസമയത്തുള്ള ഇറക്ഷൻ്റെ പ്രശ്നങ്ങൾ. ഇങ്ങനെ ഇറക്ഷൻ നടന്നിട്ടില്ലെങ്കിൽ സെക്ഷൽ ഇൻ്റർകോഴ്സിലേക്ക് പോകുമ്പോൾ കോൺഫിഡൻസിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഇങ്ങനെ പലതരത്തിലുള്ള പ്രോബ്ലംസ് ഇറക്ടൈൽ ഡിസ്ഫങ്ഷനെ കൊണ്ട് നേരിടാം. ഇനി അടുത്തതായിട്ട് ഇജാക്കുലേഷൻ നടന്നു കഴിഞ്ഞാൽ, അതായത് സ്ഖലനം നടന്നു കഴിഞ്ഞാൽ ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവിൽ എന്തൊക്കെ മാറ്റം വരുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതും നിങ്ങളിൽ അധിക പേർക്കും അറിയാൻ താല്പര്യമുള്ള വിഷയമാണ്. നിങ്ങൾ കുറേ പേര് ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ള ടെസ്റ്റോസ്റ്ററോണിൻ്റെ വീഡിയോസിൽ കമൻറ്റ് ചെയ്ത് ചോദിച്ചത് ഈ ഒരു ക്വസ്റ്റ്യനാണ്. ഇത് കണ്ടുപിടിക്കാൻ നടത്തിയിട്ടുള്ള ഒരു സ്റ്റഡി എടുത്തു പറയേണ്ടതുണ്ട്. ഈ സ്റ്റഡിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തവർ ഇജാക്കുലേഷന് ശേഷം ഇവരുടെ ബ്ലഡ് സാമ്പിൾ എല്ലാ ദിവസവും എടുത്ത് ടെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ടെസ്റ്റ് പ്രധാനമായിട്ടും ചെയ്യുന്നത് രക്തത്തിലുള്ള ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഈ പാർട്ടിസിപ്പൻസിൻ്റെ ബ്ലഡ് ടെസ്റ്റ് എല്ലാം ചെയ്തത് ഇജാക്കുലേഷൻ കഴിഞ്ഞതിന് ശേഷം കുറച്ച് ദിവസത്തേക്ക് സെക്ഷൽ ആക്ടിവിറ്റിയിലൊന്നും ഏർപ്പെടാതെ ആബ്സ്റ്റിനൻസ് ഫേസിലായിരുന്നു. ഈ സമയത്ത് ടെസ്റ്റോസ്റ്ററോണിൻ്റെ മാറ്റങ്ങൾ എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാനാണ് എല്ലാ ദിവസവും ഇവരുടെ ബ്ലഡ് സാമ്പിൾ എടുത്തതും ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് നോക്കിയതും. ഈ സ്റ്റഡിയിൽ കണ്ടുപിടിച്ചത് ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് ഇജാക്കുലേഷന് ശേഷം 2ാമത്തെ ദിവസം മുതൽ 5ാമത്തെ ദിവസം വരെ വലിയ മാറ്റങ്ങളൊന്നും ഇല്ലാതെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. രക്തത്തിലുള്ള ടെസ്റ്റോസ്റ്ററോണിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഇജാക്കുലേഷൻ കഴിഞ്ഞ് 7ാമത്തെ ദിവസം ആകുമ്പോഴത്തേക്കും, അതായത് ഏകദേശം ഒരാഴ്ച ആകുമ്പോഴത്തേക്കും ഈ സ്റ്റഡിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള അധിക പാർട്ടിസിപ്പൻസിൻ്റെയും രക്തത്തിലുള്ള ടെസ്റ്റോസ്റ്ററോണിൻ്റെ ലെവല് പീക്ക് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതായത് ഏറ്റവും മാക്സിമം ലെവലിൽ എത്തുന്നത് 7ാമത്തെ ദിവസത്തിലാണെന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇവർ ആബ്സ്റ്റിനൻസിലായിരുന്നു. ഈ 7 ദിവസത്തിനുള്ളിൽ വീണ്ടും ഇജാക്കുലേഷൻ ഒന്നും നടന്നിട്ടില്ല, അതായത് വീണ്ടും സെക്ഷൽ ഇൻ്റർകോഴ്സ് ഒന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല. ഈ പീക്ക് ലെവൽ ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറയുന്നത് അവരുടെ ബേസ് ലൈൻ ടെസ്റ്റോസ്റ്ററോണിലും 150% കൂടുതലായിട്ടാണ്. മറ്റൊരു കാര്യം ഈ സ്റ്റഡിയിൽ കണ്ടെത്തിയത് ഈ 7ാമത്തെ ദിവസം ടെസ്റ്റോസ്റ്ററോൺ കൂടുന്നതിൻ്റെ പീക്ക് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ആബ്സ്റ്റിനൻസ് ആണെന്നുണ്ടെങ്കിലും ടെസ്റ്റോസ്റ്ററോണിൽ പിന്നീട് ഫ്ലക്ച്വേഷൻസ് ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഈ സ്റ്റഡിയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇജാക്കുലേഷൻ നടന്ന് ഏകദേശം 7 ദിവസം എടുത്താലേ ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് പിന്നീടും പീക്കിലെത്തുന്നുള്ളൂ. ഈ ടെസ്റ്റോസ്റ്ററോൺ ഇങ്ങനെ പീക്കിലെത്തിയതിന് ശേഷം മാത്രമേ അടുത്ത ഇറക്ഷന് വേണ്ടിയിട്ടുള്ള സൈക്കിൾ റെഡിയാവുന്നുള്ളൂ. കണ്ടിന്യൂസ് ആബ്സ്റ്റിനൻസും ഇടയ്ക്കിടയ്ക്കുള്ള ഇജാക്കുലേഷൻ്റെ ഫ്രീക്വൻസി കൂടുന്നതിനനുസരിച്ച് ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് വല്ലാതെ കൂടുന്നില്ല. ഈ സിറ്റുവേഷനിൽ ടെസ്റ്റോസ്റ്ററോണിലെ ഫ്ലക്ച്വേഷൻസ് മിനിമൽ ആണെന്നാണ് ഈ സ്റ്റഡീസിലൊക്കെ പറയുന്നത്. പുരുഷന്മാരുടെ ബോഡിയിൽ ടെസ്റ്റോസ്റ്ററോണിൽ ഇങ്ങനെ പലതരത്തിലുള്ള സെക്ഷൽ ക്യാരക്ടേഴ്സും തരാനുള്ള കഴിവുണ്ട്. പക്ഷേ അധികം ആൾക്കാർക്കും അറിയേണ്ടത് സെക്ഷൽ ഇൻ്റർകോഴ്സ് അല്ലെങ്കിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനനുസരിച്ച് ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവിൽ എന്തൊക്കെ മാറ്റം വരുന്നു എന്നുള്ളതാണ്. അതിനേക്കാളും സ്പെസിഫിക് ആയിട്ട് എല്ലാവർക്കും അറിയേണ്ടത് സെക്ഷൽ ആക്ടിവിറ്റിയിൽ ഏർപ്പെടുന്നതിനനുസരിച്ച് ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് കൂടുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെയും ഷോർട്ട് ആൻസർ എന്ന് പറയുന്നത് അതേന്നാണ്. പക്ഷേ ഇവിടെയും കുറേ കണ്ടീഷൻസ് ഉണ്ട്. സെക്സ് അല്ലെങ്കിൽ ലൈംഗിക ബന്ധം എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ആക്ടിവിറ്റി അല്ല, പല സ്റ്റേജസ് ആയിട്ടാണ് നടക്കുന്നത്. ഇതിൻ്റെ ആദ്യത്തെ സ്റ്റേജിൽ സെക്ഷൽ ആക്ടിവിറ്റീൻ്റെ തൊട്ട് മുമ്പത്തെ സ്റ്റേജാണ്. ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ പാർട്ട്ണറിനെ നോക്കുന്ന സ്റ്റേജാണ്, പാർട്ട്ണർ സീക്കിംഗ് സ്റ്റേജ് എന്ന് പറയാം. 2ാമത്തെ സ്റ്റേജിലാണ് സെക്ഷൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ ആക്ട് ഓഫ് സെക്സ് നടക്കുന്നത്. 3ാമത്തെ സ്റ്റേജിലാണ് ഇജാക്കുലേഷൻ നടക്കുന്നത്. പല സ്റ്റഡീസിലും കണ്ടെത്തിയിട്ടുള്ളത് ആദ്യത്തെ സ്റ്റേജിൽ, അതായത് സീക്കിംഗ് പാർട്ട്ണർ സ്റ്റേജിൽ കോമ്പറ്റീഷൻ കൂട്ടാൻ ടെസ്റ്റോസ്റ്ററോൺ നല്ലതാണെന്നാണ്. അതായത് ടെസ്റ്റോസ്റ്ററോൺ കൂടുന്നതിനനുസരിച്ച് കോമ്പറ്റീഷൻ സ്പിരിറ്റ് കൂടും. ടെൻഷൻ കുറയ്ക്കാനും ആങ്സൈറ്റി കുറയ്ക്കാനും മത്സര ബുദ്ധിക്ക് ടെസ്റ്റോസ്റ്ററോൺ അത്യാവശ്യമാണെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. വേറൊരു സ്റ്റഡി ഈ ഫസ്റ്റ് സ്റ്റേജിനെ അനലൈസ് ചെയ്തപ്പം കണ്ടുപിടിച്ചിട്ടുള്ളത് മറ്റുള്ള ആൾക്കാർ സെക്ഷൽ ആക്ടിവിറ്റിയിൽ ബന്ധപ്പെടുന്നത്
കാണുന്നത് അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്യുന്ന പുരുഷന്മാർക്ക് ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് കൂടുന്നുണ്ട്, പക്ഷേ അത് വളരെ കുറവാണ്. 10% വരെ മാത്രമേ കൂടുന്നുള്ളൂ. ഇത് പോണോഗ്രാഫി അല്ലെങ്കിൽ അത്തരത്തിലുള്ള വീഡിയോസൊക്കെ കാണുന്നവർക്കാണ് ബാധകമായിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ സ്റ്റേജ്, അതായത് സെക്ഷൽ ആക്ടിൽ ഏർപ്പെടുന്ന സമയത്ത് ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നതെന്ന് നോക്കാൻ വേണ്ടി പല സ്റ്റഡീസും നടത്തിയിട്ടുണ്ട്. ഇവിടെ കണ്ടുപിടിച്ചിട്ടുള്ളത് സെക്ഷൽ ആക്ടിവിറ്റിയിൽ ഏർപ്പെടുന്ന സമയത്ത് ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് കുറച്ചും കൂടി കൂടുന്നുണ്ട്. 70 മുതൽ 100% വരെ കൂടുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇത് ബേസ് ലൈൻ ടെസ്റ്റോസ്റ്ററോൺ ലെവൽ എത്രയാണോ അതിൽ നിന്നും 70% അല്ലെങ്കിൽ 100% വരെ കൂടാന്നാണ് പറയുന്നത്. 100% എന്ന് പറഞ്ഞാൽ ഡബിൾ ആവാം. ഇനി മൂന്നാമത്തെ സ്റ്റേജ് അല്ലെങ്കിൽ ഇജാക്കുലേഷൻ നടന്നു കഴിഞ്ഞാൽ ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് കുറഞ്ഞു പോകുന്നൊന്നും വിചാരിക്കരുത്. സെക്സിൽ ഏർപ്പെട്ട് കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഇജാക്കുലേഷൻ നടന്നു കഴിഞ്ഞാലോ ടെസ്റ്റോസ്റ്ററോണിൽ പെട്ടെന്ന് മാറ്റങ്ങളൊന്നും വരുന്നില്ല. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ച സ്റ്റഡിയിലും മറ്റു പല സ്റ്റഡീസിലും കണ്ടുപിടിച്ചതുപോലെ ആബ്സ്റ്റിനൻസ്, അതായത് സെക്ഷൽ ആക്ടിവിറ്റിയിൽ ഏർപ്പെടാതെ ഒരാഴ്ചയോ അതിൽ കൂടുതൽ നിന്ന് കഴിഞ്ഞാൽ, അത് ലാസ്റ്റ് ഇജാക്കുലേഷൻ്റെ സമയം തൊട്ടിട്ടാണ് ഞാൻ പറയുന്നത്, ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് പീക്കിലെത്തുന്നുണ്ട്. 150% വരെ പീക്കിലെത്തുന്നുണ്ട്. ടെസ്റ്റോസ്റ്ററോൺ കൂടുന്ന മറ്റൊരു സിറ്റുവേഷൻ കൂടി കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ഇജാക്കുലേഷൻ ഇല്ലാത്ത സെക്ഷൽ ആക്ടിവിറ്റിയാണ്. ഇതേപോലത്തെ സിമിലർ ആയിട്ടുള്ള മറ്റൊരു സ്റ്റഡിയിൽ കണ്ടെത്തിയത് ഇജാക്കുലേഷൻ ഇല്ലാത്ത സെക്ഷൽ ആക്ടിവിറ്റിയിൽ ടെസ്റ്റോസ്റ്ററോൺ അളവ് ബേസ് ലൈനിൽ നിന്നും 400% വരെ കൂടുന്നുണ്ടെന്നാണ്. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം നിങ്ങൾ ടെസ്റ്റോസ്റ്ററോൺ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ടെസ്റ്റോസ്റ്ററോൺ അളവ് കുറവോ അല്ലെങ്കിൽ നോർമലിൻ്റെ താഴെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ടെസ്റ്റോസ്റ്ററോൺ അളവ് എല്ലാവർക്കും എല്ലാ സമയത്തും ഒരുപോലെ നിൽക്കില്ല. അത് മാറിക്കൊണ്ടേയിരിക്കും. ഒരു ദിവസത്തിൻ്റെ രാവിലെ എടുക്കുന്ന സാമ്പിളിലും വൈകുന്നേരം എടുക്കുന്ന സാമ്പിളിലും ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് വ്യത്യാസം ഉണ്ടാകും. സ്ട്രെസ് ഹോർമോൺ അല്ലെങ്കിൽ കോർട്ടിസോളിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് ഇതിൽ മാറ്റങ്ങളുണ്ടാകും. നിങ്ങൾക്ക് അവസാനം ഇജാക്കുലേഷൻ എന്നാണ് നടന്നിട്ടുള്ളത്, അതിനനുസരിച്ചും ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവിൽ വ്യത്യാസം ഉണ്ടാകും. കാരണം ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ബ്രെയിനിൽ നിന്നാണ്. ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം വഴിയാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്. ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് കൃത്യമായിട്ടുള്ള ലെവലിൽ ബ്ലഡിലുണ്ടെങ്കിൽ ബ്രെയിനിലുള്ള പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്നും ഇനി കൂടുതൽ ടെസ്റ്റോസ്റ്ററോൺ ഉണ്ടാക്കണ്ട എന്നുള്ള ഇൻഫർമേഷൻ ടെസ്റ്റിസിനേക്ക് കൊടുക്കുന്നുണ്ട്. നേരെ മറിച്ച് ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് ബ്ലഡിൽ കുറവാകുന്ന സമയത്ത് ബ്രെയിനിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ ലീഡിക് സെൽസിൻ്റെ അടുത്ത് കൂടുതൽ ടെസ്റ്റോസ്റ്ററോൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്ന പ്രോസസ്സാണ്. ഇതിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ടെസ്റ്റോസ്റ്ററോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി, അതായത് ടെസ്റ്റോസ്റ്ററോൺ ഇഞ്ചക്ഷനോ ടെസ്റ്റോസ്റ്ററോൺ അടങ്ങിയിട്ടുള്ള ടാബ്ലറ്റ്സോ കഴിക്കുന്നതിന് മുമ്പേ നിങ്ങൾ ഡോക്ടേഴ്സുമായി തീർച്ചയായിട്ടും ചർച്ച ചെയ്യണം. അതിന് ഡോഫോഡി പോലത്തെ ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് ഉപയോഗിക്കാം. ടെസ്റ്റോസ്റ്ററോണിനെ കുറിച്ച് കുറേ ക്വസ്റ്റ്യൻസ് ഇനിയും നിങ്ങളുടെ മനസ്സിലുണ്ടാവുമെന്ന് എനിക്കറിയാം. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അതിനെക്കുറിച്ചും നെക്സ്റ്റ് വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് കൂട്ടുന്ന സപ്ലിമെൻറ്റ്സിനെ കുറിച്ചും വൈറ്റമിൻസിനെ കുറിച്ചാണ് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ നിങ്ങളെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.